ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓരോ ബിസിനസ് ചെയ്യുന്നു, കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നു. പക്ഷേ അന്ന് ആ ഒരു 1 വീക്ക് വെജ് ഫുഡ്സ് മാത്രം കൺസ്യൂം ചെയ്തപ്പോൾ എൻ്റെ എനർജി ലെവൽ കോൺസ്റ്റൻ്റ് ആകാൻ തുടങ്ങി, എൻ്റെ പ്രൊഡക്ടിവിറ്റി ഹൈ ആയി. പക്ഷെ അന്ന് ഒരു കാര്യം ആലോചിച്ചാണ്, ആരെങ്കിലും എൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ ഒരിക്കലും ഈ അവസ്ഥ ആർക്കും ഉണ്ടാകത്തില്ല എന്ന്. കയ്യിലുള്ള പൈസ മുഴുവൻ കൊണ്ടിട്ടു, ട്രേഡ് ചെയ്തു, ലോസായി. 10-15 ലക്ഷം രൂപ വാഷ് ഔട്ട് ആവുന്ന സിറ്റുവേഷനൊക്കെ വന്നു. ഞാൻ എന്നെ തന്നെ ലെറ്റ്സ് നമ്മൾ പ്രാഗിയിട്ടുണ്ട്, ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് എന്തിന് ഇത്ര ഡ്രീംസ് തന്നു. ഒരു കാര്യമായിരുന്നു ട്രേഡ് മാക്സ് അക്കാഡമി കേരളത്തിലെ നമ്പർ 1 അക്കാഡമി ആകുമെന്നുള്ളത്. 2 വർഷമായുള്ളൂ, 5 വർഷത്തിന് മുമ്പേ അത് അച്ചീവ് ആയിട്ടുണ്ട്. എന്നോ എപ്പോഴോ എനിക്ക് മനസ്സിൽ കൂടിയൊരു കാര്യമാണ്, എനിക്ക് ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത്. രണ്ടാമത്, ആരിൽ നിന്നൊന്നും എക്സ്പെക്റ്റും ചെയ്യരുത്. കേരളത്തിൽ തന്നെ ആരും റീഫണ്ട് കൊടുക്കുന്നില്ല. നമ്മൾ 100 അല്ല 110% പറയുന്നത്. ദെൻ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം ഇപ്പോൾ പറയുന്നുണ്ട്, ഓക്കെ ഫൈൻ, നീ അന്ന് പറഞ്ഞ കേട്ടാൽ മതിയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 2023 കേരളത്തിലെ തന്നെ നമ്പർ 1 ട്രേഡിംഗ് അക്കാദമിക്കുള്ള അവാർഡ് ലഭിച്ച ട്രേഡ് മാക്സ് അക്കാദമിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ബ്രോ അരുൺ മുരളിയാണ്. സോ വെൽക്കം ടു ദ പ്രോഗ്രാം ബ്രോ. നമ്മളുടെ ഈ ഒരു ടോക്ക് എന്നുള്ളത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ ബേസിസിലുള്ള ടോക്കായിരിക്കും. ഞാനാണെങ്കിലും അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ആ രീതിയിലൊന്നുമല്ല ചോദിക്കുന്നത്. ബ്രോ ആണെങ്കിൽ എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഒരാളാണ്. സോ ബ്രോയ്ക്ക് ഇപ്പോൾ ഏജ് എന്നുള്ളത് 25 വയസ്സാണ്. ഈ ഒരു വയസ്സിൽ ബ്രോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഇൻ്റർവ്യൂ എന്നതിലുപരി ഒരു റോ ടോക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം തന്നെ ചോദിക്കുകയാണ് ബ്രോ, നമ്മൾ എല്ലാവരുടെ ലൈഫിലും നമുക്ക് 2 ദിവസങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് അല്ലേ? ഒന്ന്, നമ്മൾ എപ്പോഴാണ് ജനിച്ചത് എന്നുള്ള കാര്യവും, രണ്ടാമത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ജനിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ദിവസവും. അത് ബ്രോയുടെ ലൈഫിൽ അത് എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, ലെറ്റ്സ് എ ബിസിനസ് അല്ലെങ്കിൽ ലൈഫിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ തോൽവികളെ ഇഷ്ടപ്പെടാനും ആ തോൽവികളിൽ നിന്നൊരു പാഠം പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ സക്സസ്സിൽ എത്തിച്ചേർത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ ഒരു ദിവസങ്ങളായിരുന്നു. പക്ഷെ തോൽവികളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് എങ്ങനെയാണ്? കാരണം ചിലപ്പോൾ ഒരുപാട് കടങ്ങൾ വരുന്നുണ്ടാവും, ആ തോൽവിയിൽ നിന്ന് ഒരുപാട് അപമാനങ്ങൾ വരുന്നുണ്ടാവും. ആ തോൽവിയെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാൻ പറ്റുക? എന്നോ എപ്പോഴോ എനിക്ക് മനസ്സിൽ കൂടിയൊരു കാര്യമാണ്, എനിക്ക് ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, ബട്ട് എന്നാൽ എനിക്ക് ബിസിനസ് റൺ ചെയ്യാനായിട്ട് നല്ല ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കോളേജ് ലൈഫിൽ തന്നെ ചെറിയ കുറേ അധികം ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഓക്കെ ഫൈൻ, ട്രേഡിങ് ആ ടൈമിൽ തന്നെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എന്നാൽ ബാക്കിയുള്ള ബിസിനസ്സൊക്കെ ഫെയിലായി പോകുന്നു, ബട്ട് ട്രേഡിങ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. സ്റ്റിൽ ഫെയിലിയേഴ്സ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ആണത്, അക്സെപ്റ്റബിൾ ആണ്. സംഭവം എനിക്കത് ഓക്കെ ആയിരുന്നു. ലാസ്റ്റ് ഒരു 2019 വരെ ആയപ്പോഴത്തേക്കാണ് ഞാൻ അത് ബ്രേക്ക് ഔട്ട് കണ്ടെത്തിയത്. പക്ഷേ എന്നാൽ ഇതിനിടയ്ക്ക് വരുന്ന ഫെയിലിയേഴ്സിനെ ഇഷ്ടപ്പെട്ടു. കാരണം അത് ഓക്കെ, ഇതൊരു പാർട്ട് ഓഫ് ഗെയിം ആണെന്ന് മനസ്സിലായി. നമ്മളൊരു ക്രിക്കറ്റിലെ ഒരു ഫിലിമിൻ്റെ ടോട്ടൽ ക്ലൈമാക്സ് നമുക്കറിയാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ഓക്കെ ഫൈൻ, ഇത് ലാസ്റ്റ് ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു ഹൈലൈറ്റ്സ് പോലെ വരുന്നതായിരുന്നു എൻ്റെ ഫെയിലിയർ. ഒരു ലോങ് പിക്ചർ എന്നുള്ളത് കാണുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഫെയിലായി അർത്ഥം അയ്യോ ഞാൻ ഫെയിലായല്ലോ, ഇപ്പം എനിക്ക് നഷ്ടമാണല്ലോ അർത്ഥം അയ്യോ കഴിഞ്ഞ 6 മാസമായിട്ട് എനിക്ക് നഷ്ടമാണല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ നമ്മൾ ലോങ്ങിൽ ഓക്കെ ഫൈൻ, ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ഗെയിം മാത്രമാണ്, ഇച്ചിരി നാൾ കഴിയുമ്പോൾ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എന്തായാലും എത്തിച്ചേരും എന്നുള്ളൊരു കോൺഫിഡൻസ്. അതാണ് ഈ ഒരു ലെവലിലേക്ക്. ഓക്കെ, ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് അരുൺ ബ്രോനെ പറ്റി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയാണ് ബ്രോയുടെ അച്ചീവ്മെന്റ്സ്, ബ്രോ എന്താണ്, ബ്രോയുടെ ആ ഒരു ബാക്ക് സ്റ്റോറി എന്താണ്, ആ ഒരു കാര്യം കൂടി ഒന്ന് പറയോ? ഷുവർ. ലോവർ മിഡിൽ ക്ലാസ്സിലായിരുന്നു, മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് എല്ലാ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആ ഒരു കുട്ടിയെ പോലെ തന്നെ ഇഷ്ടംപോലെ ഡ്രീംസ് ഉണ്ടായിരുന്നു. വലിയ വീട് വെക്കണം, കുറേ അധികം ലക്ഷറി കാസ്, ഒരു ലക്ഷറി ലൈഫ്, ഇതെല്ലാം ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ അച്ചീവ് ചെയ്യണമെന്നുള്ളത് എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. പാരൻസ് ഒക്കെ എന്തായിരുന്നു? പാരൻസ് ഒക്കെ ചെറിയൊരു ബിസിനസ്സാണ്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉള്ളത്. അതിൻ്റെ ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് തുടങ്ങിയതാണ്, ഇപ്പോഴും അത് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഫ്ലറിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ. ബട്ട് എന്നാൽ അത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു. അപ്പോഴേ നമുക്ക് കുറേ അധികം ഡ്രീംസ് ഉണ്ടായിരുന്നു. ആ ഡ്രീംസ് എങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു. അതിനുവേണ്ടി വർക്ക് ചെയ്യാം, അത് എപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. മൈ ബി ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക്, ഒരു 2017-18 സ്ട്രഗ്ലിംഗ് ടൈമിൽ ഞാൻ എന്നെ തന്നെ ലെറ്റ്സ് സേ നമ്മൾ
പ്രാഗിയിട്ടുണ്ട് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് എന്തിന് ഇത്ര ഡ്രീംസ് തന്നു, ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? ഡെഫിനറ്റ്ലി ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ വേറെ കുറച്ച് സൈഡ് ബിസിനസ്സുകളുണ്ടായിരുന്നു, വണ്ടി കച്ചവടം അങ്ങനെ പറഞ്ഞ കുറച്ച് കോളേജ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോക്കറ്റ് മണിക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇതൊക്കെ പഠിക്കുന്ന സമയത്താണ് ചെയ്തു തുടങ്ങിയത്. അപ്പം ആ ടൈമിൽ വരുമ്പോഴത്തേക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓരോ ബിസിനസ് ചെയ്യുന്നു, കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നു. ദെൻ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ലോസസ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. എവിടെ പോയി പഠിക്കണം എന്നും നമുക്കറിയില്ല. എവിടെ പോയി പഠിച്ചാൽ എനിക്കൊരു പ്രോഫിറ്റ് ട്രേഡർ ആകാൻ പറ്റും, എവിടെ പോയി പഠിച്ചാലാണ് എനിക്ക് വേണ്ടത് കിട്ടുക എന്ന് എനിക്ക് ആ ടൈമിൽ അറിയില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ തേടി നടക്കുകയായിരുന്നു. പക്ഷെ എന്നാൽ ഗോൾ മാറ്റിയിട്ടില്ലായിരുന്നു. ഓക്കെ, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കൂടെ നിൽക്കുന്നവര് ചതിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അത്രയും നമ്മളെ എമോഷണലി അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ എങ്ങനെ തന്നെ ഉള്ളൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തെയൊക്കെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്ത് മുന്നോട്ട്? അവിടുന്ന് ഓരോ ലെസൺസ് ഞാൻ പഠിച്ചു. ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത്. രണ്ടാമത് ആരിൽ നിന്നും എക്സ്പെക്റ്റും ചെയ്യരുത്. നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണെങ്കിലും അവരിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട, അതത്രേ ഉള്ളൂ, ഓക്കെ ഫൈൻ എന്ന രീതിയിൽ ഞാൻ എൻ്റെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആര് വന്നാലും ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്വിയസ്ലി ഒരു ഓൺട്രപ്രനർ, ഒരു ബിസിനസ്മാനാണ് ഫസ്റ്റ് റൂൾ, റൈറ്റ്. സെക്കൻഡ്ലി നമുക്കുള്ളത് എക്സ്പെക്റ്റേഷൻസ് റെഡ്യൂസ് ചെയ്തു. ഒരാളിൽ നിന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ദാറ്റ് നമ്മളെന്താണോ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്തു, ആ ഒരു എഫോർട്ട് ഇട്ട് നമ്മളിൽ തന്നെ വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ലെസൺസ് പഠിച്ചു ഈ ഓരോരോ എക്സ്പീരിയൻസിൽ നിന്ന്, ഈ ഓരോരോ തോൽവികളിലെ ലോസസിൽ നിന്ന്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഡ്രീംസ് ഉണ്ടായിരുന്നു, എപ്പോഴും ബാക്ക് ബെഞ്ചറായിരുന്നു. ബാക്കിൽ നിന്ന് അക്കാഡമിക്കൽ ബേസിസിലാണെങ്കിലും ബാക്കിൽ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് തേർഡ് എന്ന രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ടിൽ 10th അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം കയറി തുടങ്ങി, കുഴപ്പമില്ലാത്ത രീതി തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴും വീട്ടുകാർ എല്ലാവരും ആ ഒരു ടൈമിൽ 2015-16 ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് MBBS ഇല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരുന്നു മജോറിറ്റി ടൈം. എൻ്റെ ബ്രദറും എഞ്ചിനീയർ ആയിരുന്നു. ആ ടൈമിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഞാനും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഞാൻ ആ ടൈമിൽ ജോയിൻ ചെയ്തു, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു. ദെൻ അത് പഠിച്ചു തുടങ്ങി ഒരു കുറച്ച് കാലമായപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതല്ല എനിക്ക് പറ്റിയൊരു ഫീൽഡ്. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ അല്ല, ഇതിലും വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചേരത്തില്ല എന്ന് എനിക്ക് അവിടെ മനസ്സിലായി. അപ്പോൾ ഞാൻ ബാക്കി ഓൾറെഡി അപ്പോൾ സൈഡ് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഓരോന്നിലോട്ടും ട്രൈ ചെയ്ത് കുറേ ബിസിനസ് ട്രൈ ചെയ്തു. 10ൽ കൂടുതൽ ബിസിനസ് ട്രൈ ചെയ്തിട്ടുണ്ട്, എല്ലാം ഫെയിലിയർ ആയിപ്പോയി. ലാസ്റ്റ് കൂടെ നിന്നത് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷനായിരുന്നു. ദെൻ ലൈക്ക് ഒരു 2021 ഒക്കെ ആയപ്പോഴത്തേക്ക് കൂടെ നിന്നൊരു വിശ്വസിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെ ബിസിനസ് ആയിരുന്നു ട്രൈ ചെയ്ത്? വണ്ടി കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ചെറിയൊരു ഫാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കോളേജ് ടൈമിൽ. ദെൻ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ ഒരു 20, 21, 22 ആ ഒരു ഏജിൽ തന്നെയാണ്. ലെറ്റ്സ് സേ 18 to 21 എന്ന റേഞ്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പയ്യെ പോയി ഒരു 2021 ഒക്കെ ആയപ്പോഴത്തേക്ക് എന്നെ വിശ്വസിക്കാതിരുന്ന എൻ്റെ കൂട്ടുകാരും പലരും തന്നെ വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് പഠിപ്പിച്ച് തരാമോ, ഇതെങ്ങനെയാണ് നീ ഇതിൽ സക്സസ് ആയില്ല, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു തുടങ്ങി. കാരണം അവരുടെ പലരുടെയും, എൻ്റെ കൂടെ പഠിച്ച എഞ്ചിനീയറിംഗ് പഠിച്ച പലരുടെയും മാസ സാലറി ഒരു ദിവസം നമുക്ക് ട്രേഡ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എപ്പോഴും പറ്റണമെന്നില്ല, ലോസസ് വരും. കാരണം പലരും ഇതുപോലത്തെ കുറേ മൈറ്റ് ബി ഇതൊരു സെഗ്മെൻ്റ് ആയിട്ട് മാത്രം കേൾക്കും. ഒരു എഞ്ചിനീയറിൻ്റെ ഒരു മാസത്തെ സാലറി ഒരു ദിവസം ജനറേറ്റ് ചെയ്യാൻ പറ്റും ട്രേഡിങ്ങിലൂടെ എന്നുള്ളത് തെറ്റാണ്. എപ്പോഴും പറ്റണമെന്നില്ല, ലോസസ് കൊണ്ടാക്കും. അതുകൂടെ മനസ്സിലാക്കണം. ഇത് മാത്രം ഈ എക്സ്പെക്റ്റേഷനാണ് എല്ലാവരും ട്രേഡിങ്ങിലോട്ട് വരുന്നത്. ലോസസ് വരുമ്പോൾ അവർ ബ്രേക്ക് ആവും. എക്സ്പെക്റ്റേഷൻ ഹൈ ആയിട്ട് വെച്ചിട്ട് ലോസസ് ഇല്ലയെന്ന് വെച്ച് വരുന്നവരാണ് ബ്രേക്ക് ആയി പോകുന്നത്. അതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് ഇപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സോ അവർ വന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ട് ഇത് ഇച്ചിരി ആൾക്കാരോട്ട് എക്സ്പാൻഡ് ചെയ്ത് പഠിപ്പിച്ചുകൂടാന്നുള്ളത്. അങ്ങനെ 2021 നവംബർ 18 ട്രേഡ് മാക്സ് അക്കാഡമി എന്നൊരു അക്കാഡമി ഹോസ്റ്റ് ആകുകയായിരുന്നു. അവിടുന്നാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പേഴ്സണലി ഹാപ്പിയാണ്. നമ്മളെ സ്റ്റുഡൻസും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഹാപ്പിയാണ്. 2023 കേരളത്തിലെ ബെസ്റ്റ് ട്രേഡിംഗ് അക്കാഡമി ആയതിൽ നമ്മൾ എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു, കിട്ടിയതിൽ സോ ഹാപ്പി.